100. 100. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ കല്ലുമ്മക്കായ് വെച്ചിട്ട് ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തെല്ലാമെന്നെല്ലാം. കല്ലുമ്മക്കായ് ഞാൻ പെരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അരി, നമ്മളെ ചോറിൻ്റെ അരി, പൊന്നി അരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ വേഗം വെന്തോളൂ. അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുന്നത്. പിന്നെ കല്ലുമ്മക്കായ് കഴുകിയ വെള്ളം, തേങ്ങാപ്പാൽ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, പട്ട. പെരിഞ്ജീരകം നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെമ്പ് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട്. പിന്നെ നമുക്കതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കല്ലുമ്മക്കായ് പൊരിക്കാനുള്ള ഫസ്റ്റ് കല്ലുമ്മക്കായ് പൊരിക്കുക ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് എണ്ണ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ 2 സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. ഇത് ആദ്യം മുളക് പൊടി എണ്ണയിലിട്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പിറന്നിട്ടുള്ള കല്ലുമ്മക്കായ് നമുക്ക് കല്ലുമ്മക്കായ് ഡയറക്റ്റ് മുളക് പൊടി ഇട്ടാൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കൊരു പിടിക്കാത്ത പോലെ ഉണ്ടാവുക നമ്മളെത്ര പെരക്കിയാലും. അപ്പോൾ ഇങ്ങനെ ഓയിലിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കല്ലുമ്മക്കായിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അത് നിങ്ങൾ പുഴുങ്ങിയിട്ട് അറിഞ്ഞിട്ട് പൊരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇതാണ്. അപ്പം എനിക്ക് അങ്ങനെ ഇറന്നെടുക്കാൻ പ്രയാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറന്നെടുത്തത്. അത് പൊരിയാൻ കുറച്ച് താമസം എടുക്കും. അപ്പം അത് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എടുത്ത് വെച്ച് ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കാം. അത് അവിടെ നിന്ന് പൊരിയട്ടെ. ഓക്കെ. അപ്പം നമ്മളെ കല്ലുമ്മക്കായ് ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പൊരി മാറ്റാം. എണ്ണയിലേക്ക് നമുക്ക് കൊട്ടയും ഗ്രാമ്പും ഇട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൊടുക്കാം. എത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇഞ്ചി ചതക്കിയ തന്നെ കുറച്ചധികം ഇഞ്ചി, ഒരു വലിയ കഷ്ണം തന്നെ ഇഞ്ചി ചതക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതാ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ്. വെളുത്തുള്ളി ഒരു 2 അരി മതി. അപ്പം നമുക്കിതൊന്ന് വാടി വന്നിട്ട് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ഉള്ളി വിടാം വാടി വന്ന് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിലാണ് 1.5 കപ്പ് അരി എടുത്തത്. 1.5 കപ്പ് അരിക്കാണ് 2 വലിയ ഉള്ളി, ഒരു 6 പച്ചമുളക്, 3 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തക്കാളി. ഇത്രയും സാധനം എടുത്തത്. പിന്നെ ഒരു തേങ്ങേൻ്റെ പാലും. തക്കാളി ഒന്ന് വാടട്ടെ.
അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഇവിടെ റെഡിയായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ കല്ലുമക്കായി പൊരിക്കുമ്പോൾ 2 സ്പൂണ് മുളക് പൊടി ഇട്ടുകൊണ്ട് മുളക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഈ എണ്ണയിലൊന്നിത് മൂപ്പിക്കാം. ആ എണ്ണയിൽ നിന്നത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കല്ലുമക്കായി പൊരിക്കുമ്പോൾ ഒഴിച്ച ഓയിൽ അതിന് കറക്റ്റ് കഴിഞ്ഞാൽ വേറെ ഒഴിക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് കുറച്ച് ചോറായി വന്നാൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കല്ലുമക്കായി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിലുള്ള ഉപ്പ് ഉള്ളി വാട്ടുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം പൊടിച്ചു വെച്ചത് ഒരു 1.5 ചെറിയ സ്പൂണ് ഇത്രയും മതി. അത് ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, നമ്മളെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കഴുകി വെച്ച് അരി ചേർത്ത് വെക്കാം. അരി ചേർത്ത് കൊടുത്ത് അപ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് പട്ടയും ഗ്രാമ്പും ഇട്ടതാണ്. തേങ്ങാച്ചോറ് അധികം മസാല വേണ്ട, ബിരിയാണി പോലെ. ഒരു നുള്ള് കൊടുക്കാം. നമുക്ക് ഈ പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മേലെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് കുറച്ച് മാത്രം, ഒരു പകുതി വേണ്ട, കുറച്ചൊരു കാഭാഗം കല്ലുമക്കായി കൂടെ ചേർത്ത് കരിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് അരി, 1 ഗ്ലാസ് അല്ല 1 തേങ്ങേൻ്റെ പാല്, 3 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി കല്ലുമക്കായി പൊരിക്കുമ്പോൾ, പിന്നെ 1 സ്പൂണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പട്ട ഗ്രാമ്പു ഏലക്കായി, ജീരക പൊടിച്ചത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിട്ടത്. പിന്നെ 2 ഉള്ളി, 3 തക്കാളി, 2 വെളുത്തുള്ളി അല്ലി, 1 വലിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കല്ലുമക്കായും ഇട്ട് നമുക്കത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, കല്ലുമക്കായി തേങ്ങാച്ചോറ് ഇവിടെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക്
ഈ പൊരിച്ചു വെച്ച ബാക്കിയുള്ള കല്ലുമ്മക്കായി ഇതിൽ മിക്സാക്കി കൊടുക്കാം. വെള്ളം വറ്റി വന്നതിന് ശേഷം കല്ലുമ്മക്കായി ഇട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം, ഒരു സ്പൂണ്. കുറച്ച് എണ്ണ നല്ലോണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. കല്ലുമ്മക്കായും അരിയെല്ലാം ചോറെല്ലാം ഒന്ന് റെഡിയാവട്ടെ. അപ്പോൾ ഇതാ നമ്മളെ കല്ലുമ്മക്കായി ചോറ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി കല്ലുമ്മക്കായി ചോറാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ബെൽ ബട്ടനും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.